ഹലോ എവരിവൺ. നമ്മുടെ ചിന്തകളാണ് നമ്മളുടെ സ്വഭാവത്തെയും നമ്മുടെ ഇമോഷൻസിനെയും ഒക്കെ നിയന്ത്രിക്കുന്നത്. ചിന്തകൾ നല്ലതാണെങ്കിൽ നമ്മളുടെ സ്വഭാവവും നല്ലതാക്കി എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ എങ്ങനെ നമ്മുടെ തിങ്കിങ്ങിനെ മാറ്റിയെടുക്കാമെന്നുള്ള കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരു ഘടകമാണ് പോസിറ്റീവ് അഫർമേഷൻസ് എന്ന് പറയുന്നത്. പലപ്പോഴും നമുക്ക് നമ്മളുടെ ലൈഫിൽ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ നമ്മളെ കുറിച്ച് തന്നെ ഉള്ള നെഗറ്റീവായിട്ടുള്ള ഒരുപാട് കൺസെപ്റ്റുകൾ, ഇതൊക്കെ നമ്മുടെ ലൈഫിൽ നമ്മൾ ഒരുപാട് നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നൊക്കെ നമുക്ക് മുക്തി നേടി നമ്മുടെ ലൈഫിൽ കൂടുതൽ സക്സസോടെ, കൂടുതൽ കോൺഫിഡൻസോടെ മുമ്പോട്ട് പോകാൻ നമ്മളെ സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് പോസിറ്റീവ് അഫർമേഷൻസ് എന്ന് പറയുന്നത്. ഏതൊക്കെ തരത്തിലുള്ള അഫർമേഷൻസ് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാനായിട്ട് സാധിക്കും? നമുക്ക് തന്നെ അറിയാം, ഒരുപാട് അഫർമേഷൻസ് നമുക്ക് ഡെയിലി പറയാനായിട്ട് സാധിക്കുന്നതായിട്ടുണ്ട്. ഐ ആം സ്ട്രോങ്, ഐ ആം കേപ്പബിൾ ഓഫ് ഡൂയിങ് എനിത്തിങ്, എങ്ങനെ ഏത് തരത്തിലുള്ള അഫർമേഷൻസ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. എന്നാൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള, നമുക്ക് ഒരുപാട് മോട്ടിവേഷൻസ് തരുന്ന കുറച്ച് പോസിറ്റീവ് അഫർമേഷൻസ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പരിചയപ്പെടാം. എവറി ഡേ ഐ ഗ്രോ സ്ട്രോങ്ങർ. ഓരോ ദിവസവും ഞാൻ കൂടുതൽ ശക്തി ആർജിച്ച് വളരുകയാണ്. വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു പോസിറ്റീവ് അഫർമേഷൻ. ഓരോ അഫർമേഷൻസ് നമ്മൾ പറയുമ്പോഴും അതിന്റെ അർത്ഥങ്ങൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നാൽ ആ ഒരു അഫർമേഷൻ നമ്മൾ പറയുമ്പോൾ കിട്ടുന്ന പവർ നമുക്ക് യഥാർത്ഥത്തിൽ ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഈ പറഞ്ഞ ഈ ഒരു അഫർമേഷൻ മീൻ ചെയ്യുന്നത് നമ്മൾ ഓരോ ദിവസവും കൂടുതൽ ശക്തി ആർജിച്ച് വളരുകയാണ്. നമുക്ക് തന്നെ അറിയാം, ജീവിതം എന്ന് പറയുന്നത് ഒരുപാട് ചലഞ്ചസ് ഉണ്ടല്ലേ. എപ്പോഴും എല്ലാം വളരെ സുഗമമായിട്ട് മുമ്പോട്ട് പോകുന്ന ഒരു പ്രക്രിയ അല്ലെങ്കിൽ ഒരു പ്രോസസ് അല്ല ലൈഫ് എന്ന് പറയുന്നത്. നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ നേടണമെന്നും മുമ്പോട്ട് പോകണമെന്നും ആഗ്രഹിക്കുമ്പോൾ ഒരുപാട് ചലഞ്ചസ് നമ്മുടെ ലൈഫിലൊക്കെ നമുക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോഴൊക്കെ പുറകോട്ട് പോകാതിരിക്കാനായിട്ട് നമുക്ക് ശക്തി തരുന്ന ഒരു അഫർമേഷൻ ആണ് എവറി ഡേ ഐ ഗ്രോ സ്ട്രോങ്ങർ. എപ്പോഴൊക്കെ നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ അപ്പോഴൊക്കെ നിങ്ങളോട് പറയുക. എപ്പോഴൊക്കെ ലൈഫിൽ ഞാൻ പുറകോട്ട് പോവുകയാണ്, എനിക്കൊന്നും നേടാൻ സാധിക്കില്ല എന്ന് പറയുമ്പോഴും വീണ്ടും വീണ്ടും ആവർത്തിച്ച് നിങ്ങളോട് പറയുക, ഞാൻ മുമ്പോട്ട് പോകും. നമ്മളുടെ ഒരു ഇന്നർ സ്ട്രെങ്തിനെ പുറത്ത് കൊണ്ടുവരാനും അത് തിരിച്ചറിഞ്ഞ് മുന്നേറാനും ഈ ഒരു അഫർമേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഐ ഡിസർവ് ഹാപ്പിനെസ് ആൻഡ് സക്സസ്. ഓരോ നിമിഷവും നമ്മളെ തന്നെ ഓർമ്മിപ്പിച്ചെടുക്കുകയാണ് നമുക്ക് നമ്മുടെ ലൈഫിൽ വിജയിക്കാൻ, സന്തോഷിക്കാൻ അർഹതയുണ്ട് എന്നുള്ളത്. കാരണം നമ്മളിൽ പലരും പലപ്പോഴും നമ്മളെ തന്നെ താഴ്ത്തി കെട്ടുന്ന, അല്ലെങ്കിൽ നമുക്ക് സന്തോഷിക്കാനായിട്ട് അർഹതയില്ല, ജീവിതത്തിൽ വിജയിക്കേണ്ട ഇത് ഉള്ള ആളല്ല ഞാൻ ജീവിതത്തിൽ എപ്പോഴും എനിക്ക് പരാജയം മാത്രമേ ഉള്ളൂ, അങ്ങനത്തെ ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഒരിക്കലും സന്തോഷമോ നന്മകളോ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്നൊക്കെ എപ്പോഴും പറഞ്ഞ് നമ്മളെ തന്നെ കുറ്റപ്പെടുത്തുന്നതും താഴ്ത്തി കെട്ടുന്ന സ്വഭാവം നമ്മളിൽ പലർക്കുമുണ്ട്. അങ്ങനെയുള്ള ഒരു അവസരത്തില് നമ്മളെ തന്നെ ശക്തിപ്പെടുത്താനും മുമ്പോട്ട് പോകാനും നമ്മളെ സഹായിക്കുന്ന പവർഫുൾ ആയിട്ടുള്ള ഒരു അഫർമേഷൻ തന്നെയാണ് ഐ ഡിസർവ് ഹാപ്പിനെസ് ആൻഡ് സക്സസ്. ഐ ആം കോൺസ്റ്റന്റ്ലി ലേണിംഗ് ആൻഡ് ഗ്രോയിങ്. ലൈഫിൽ ഓരോ പാഠങ്ങളും നമ്മൾ പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളോട് തന്നെ പറയാൻ പറ്റിയ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു അഫർമേഷൻ ആണിത്. കാരണം പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ വരുമ്പോൾ ആ ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യമായിരിക്കാം, ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കാത്ത തരത്തിലുള്ള ഒരു പരാജയമായിരിക്കും നമ്മുടെ ലൈഫിൽ വരുന്നത്. അപ്പോഴൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിൽ നിന്നും ഞാൻ പാഠങ്ങൾ ഉൾക്കൊള്ളുകയാണ്. ലേണിംഗ് പ്രോസസ്സാണ് നമ്മുടെ ലൈഫിലുടനീളം നമ്മൾ കടന്നു പോകുന്ന ഓരോ സാഹചര്യം എന്ന് നമ്മളെ തിരിച്ചറിയാനായിട്ട് സഹായിക്കുന്ന ഒരു അഫർമേഷനാണിത്. ഐ ഹാവ് ദ പവർ ടു ക്രിയേറ്റ് ദ ലൈഫ് ഐ വാണ്ട്. അതെ, എനിക്ക് എൻ്റെ ജീവിതം ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള പവർ ഉണ്ട് എന്ന് നമ്മളെ തന്നെ ബോധ്യപ്പെടുത്തുന്ന അല്ലെങ്കിൽ ശക്തിപ്പെടുത്തുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു അഫർമേഷൻ. എപ്പോഴും നമ്മളോട് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു ഇന്നർ മോട്ടിവേഷൻ ഫീൽ ചെയ്യുന്ന ഒരു അഫർമേഷൻ കൂടിയാണിത്. ഐ ട്രസ്റ്റ് ദ ജേർണി ഓഫ് ലൈഫ് ആൻഡ് ഗോ ഓഫ് ഫിയർ. അതെ, ജീവിതത്തിലെ ഭയത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ജീവിതത്തിന്റെ ആ ഒരു യാത്രയിൽ ഞാൻ വിശ്വസിക്കുന്നു എന്നുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു അഫർമേഷൻ. കാരണം ലൈഫിൽ പലപ്പോഴും പല കാരണങ്ങൾ കൊണ്ട് ഭയം നമ്മളെ പിടികൂടാറുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള അവസരത്തിൽ ജീവിതം എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിൽ ഞാൻ പഠിക്കേണ്ടതായിട്ടുള്ള പാഠങ്ങളാണ് ഓരോ അവസരങ്ങളും. അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചാലും നമ്മൾ ആഗ്രഹിക്കാത്തതായിട്ടുള്ള കാര്യങ്ങൾ ലൈഫിൽ സംഭവിച്ചാലും ഇതൊക്കെ തന്നെ ഇതിന്റെ ലൈഫ്
എന്ന് പറയുന്ന ഈ ഒരു ജേർണിയുടെ പാർട്ടാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മുമ്പോട്ട് പോകാൻ നമ്മളെ സഹായിക്കുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു അഫർമേഷൻ ആണിത്. I am at peace with who I am. ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ അല്ലെങ്കിൽ ഞാൻ ആരാണോ ആ ഒരു അവസ്ഥയിൽ ഞാൻ വളരെ ശാന്തതയിൽ തന്നെയാണ്, അല്ലെ സമാധാനപരമായിട്ട് തന്നെയാണ് ജീവിക്കുന്നത് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു സെൽഫ് അക്സെപ്റ്റൻസ്, നമ്മളെ തന്നെ വെറുതെ ജഡ്ജ് ചെയ്യാതെ ഒരു ഇന്നർ പീസ് മനസ്സിന്റെ ഉള്ളിൽ നിന്ന് നമുക്കൊരു ശാന്തത കൈവരിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു പവർഫുൾ ആയിട്ടുള്ള അഫർമേഷൻ ആണ് ഇപ്പോൾ പറഞ്ഞത്. ഈ പറയുന്ന അഫർമേഷൻസ് എല്ലാം ഞാൻ പറഞ്ഞത് ഇംഗ്ലീഷിലാണ് എന്നുണ്ട് എങ്കിലും നമുക്കത് മലയാളീകരിച്ച് നമ്മളുടേതായിട്ടുള്ള ഒരു ലാംഗ്വേജിലേക്ക് മാറ്റി നമുക്കൊരു മോട്ടിവേഷൻ തരുന്ന ഒന്നിലേക്ക് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാം തന്നെ പ്രസന്റ് ടെൻസിൽ ആയിരിക്കണം നമ്മൾ പറയുന്നത്. അതോടൊപ്പം തന്നെ അഫർമേഷൻ ഏറ്റവും ചെറുതും ഏറ്റവും പവർഫുള്ളും ആണെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പറയാനായിട്ട് അത് വളരെയധികം ഈസി ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു മോട്ടിവേഷൻ നമുക്ക് എഴുതി വെച്ച് നമ്മളെപ്പോഴും കാണുന്ന അല്ലെങ്കിൽ നമ്മളെപ്പോഴും നോക്കുന്ന ഒരു സ്ഥലത്ത് നമ്മൾ ഒട്ടിച്ചു വെച്ച് കഴിഞ്ഞാലും നമുക്ക് എപ്പോഴും അത് നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടേ ഇരിക്കും. നമുക്കത് വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയാനും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മനസ്സിൽ ഒരു നെഗറ്റീവായിട്ടുള്ള ചിന്ത കടന്നു വരുമ്പോഴേ തന്നെ അതിനെ ഓവർകം ചെയ്യാനായിട്ട് സഹായിക്കും. നെഗറ്റീവായിട്ടുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ്. അതിനെ കണക്ട് ചെയ്ത് നമ്മൾ ഒരുപാട് നെഗറ്റീവുകൾ, അതിനുശേഷം ഇത് സംഭവിക്കാം, അത് കഴിഞ്ഞ് ഇത് സംഭവിക്കാം, അങ്ങനെ നമ്മൾ ഇരുന്ന് ചിന്തിച്ച് ആ ഒരു തിങ്കിങ് എന്ന് പറയുന്നത് നീണ്ടുപോകും. അങ്ങനെ നമ്മളുടെ ആ ഒരു സമയത്തെ മൂഡ് തന്നെ മാറിപ്പോകും. നമുക്ക് ചിലപ്പോൾ വളരെ സന്തോഷകരമായിട്ടിരുന്ന ഒരു സമയത്തായിരിക്കാം പെട്ടെന്നൊരു നെഗറ്റീവായിട്ടുള്ള കാര്യം മനസ്സിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ അന്നേരത്തെ ആ ഒരു മൂഡ് മാറും, നമ്മുടെ ഇമോഷൻസ് വളരെയധികം നമുക്ക് പെട്ടെന്നൊരു വിഷമവും വേദനയൊക്കെ വരും. അത് മാത്രവുമല്ല, നമ്മൾ സ്ഥിരമായിട്ട് എപ്പോഴും നമ്മുടെ മനസ്സിൽ നെഗറ്റീവുകൾ മാത്രമാണ് വരുന്നതെങ്കിൽ നമ്മളുടെ സ്വഭാവം, നമ്മളുടെ ബിഹേവിയർ തന്നെ മാറിപ്പോവുകയും ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ പോലും അറിയാതെ നമ്മളുടെ ബിഹേവിയർ അങ്ങനെ നെഗറ്റീവായിട്ടുള്ള ഒന്നായിരിക്കും. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മാറ്റിയെടുക്കാനായിട്ട്, നെഗറ്റീവായിട്ടുള്ള ഒരു ചിന്തയാണ് നമ്മളുടെ മനസ്സിൽ വരുന്നതെങ്കിൽ അവിടെ നമുക്കൊരു സെൽഫ് അവയർനെസ് വേണം. എപ്പോഴും നമ്മളെ ഒന്ന് അസസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. നമ്മളുടെ ചിന്തകൾ ഏത് തരത്തിലാണ്, എപ്പോഴും എന്തൊരു കാര്യം ലൈഫിൽ സംഭവിക്കാൻ പോകുമ്പോഴും അതിന്റെ ഏറ്റവും എക്സ്ട്രീം ആയിട്ടുള്ള നെഗറ്റീവ് ചിന്തിക്കുന്ന സ്വഭാവമാണ് നമുക്കുണ്ട് എന്ന് നമുക്കൊരു തിരിച്ചറിവ് ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെയുള്ള ഒരു ചിന്ത വരാൻ തുടങ്ങുമ്പോൾ അതിനെ ബ്രേക്ക് ചെയ്ത് ഇതുപോലുള്ള പവർഫുൾ ആയിട്ടുള്ള പോസിറ്റീവ് അഫർമേഷൻസ് ആവർത്തിച്ച് പറയുക എന്നുള്ളതാണ്. ഇതിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത്, ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ അവിടെ നമ്മളുടെ തിങ്കിങ് പാറ്റേൺ, നമ്മളുടെ ചിന്തിക്കുന്ന ആ ഒരു രീതിയെ തന്നെ നമുക്ക് സ്ലോലി മാറ്റിയെടുക്കാനും അതുവഴി നമ്മളുടെ ബിഹേവിയറിൽ തന്നെ മാറ്റം വരുത്താനായിട്ട് നമ്മളെ സഹായിക്കും. ബി ഹാപ്പി, ബി കോൺഫിഡന്റ്.